ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രുചിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ക്രീമി മക്രോണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ മക്രോണി വേവിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഞാനിവിടെ മക്രോണി വേവിച്ചെടുക്കുന്നത് 8 മിനിറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾ എടുക്കുന്ന മക്രോണിയുടെ പാക്കറ്റിൽ കുക്കിംഗ് ടൈം കൊടുത്തിട്ടുണ്ടാവും. ആ ടൈമിൽ വേണം മക്രോണി വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അരിപ്പിലേക്ക് ഊറ്റാനായി വെക്കുകയും വേണം. അതിനുശേഷം തണുത്ത വെള്ളം ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. അല്ലെങ്കിൽ ആ ചൂടിൽ ഇരുന്ന് മക്രോണിയുടെ വേവ് ഓവറാക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയൊരു സബോള ചേർത്ത് ഇളക്കി കൊടുക്കാം. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, വാടി വന്നാൽ മതിയാക്കും. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്തിളക്കാം. ഒരു 3 മിനിറ്റ് വരെ ഇളക്കി കൊടുത്താൽ മതിയാക്കും. പിന്നെ പച്ചക്കറികൾ അധികം അളവിലൊന്നും ചേർത്തിട്ടില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറികൾക്ക് പകരം ചിക്കനും ചേർത്ത് ചെയ്യാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത തക്കാളിയും ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ചേരുവകൾ എല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ വെളുത്തുള്ളിയുടെ റോ ഫ്ലേവർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ചേർന്ന് വരുന്നതുവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ മൈദപ്പൊടി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഫ്രഷ് ക്രീമും ചേർന്ന് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്തിളക്കി കൊടുക്കാം. പിന്നെ എരിവ് അധികം ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പച്ചക്കറി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ചേരുവകളെല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചേരുവകളെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീമി മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.